ഹലോ ഹായ് പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും ന്യൂസ് ടാഗ് ലൈവ് ടിവിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഊത്തപിടുത്തവും മത്സ്യങ്ങളുടെ ഉന്മൂലനവും. അപ്പോൾ ഊത്തപിടുത്തം എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. ഊത്ത എന്ന് പറഞ്ഞാൽ മഴയുടെ ആരംഭത്തിൽ തന്നെ മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി പ്രജനനത്തിന് പോകുന്ന ആ ഒരു സഞ്ചാര പാതയാണ് ഊത്ത എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ആണ് മത്സ്യങ്ങളെ കൂടുതലായിട്ട് മനുഷ്യന് പിടിക്കാൻ കഴിയുക. അപ്പോൾ ഈ ഊത്ത എന്ന് പറയുന്ന സംഭവത്തെ ഊത്ത ഇറക്കം, ഊത്തപ്പിടുത്തം അല്ലെങ്കിൽ ഊത്തക്കയറ്റം എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പാടത്തും പുഴകളിലും തോടുകളിലും ഒക്കെ വെള്ളം നിറയുമ്പോൾ ഒരുപാട് മത്സ്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ ഇവയുടെ വേഗത വളരെ കുറവായിരിക്കും. കാരണം പ്രജനനത്തിന് പോകുന്ന ആ ഒരു മത്സ്യങ്ങളുടെ സഞ്ചാരപാത വളരെ വേഗത കുറഞ്ഞതായിരിക്കും. ആ ഒരു സഞ്ചാരപാതയാണ് മനുഷ്യൻ തകർക്കുന്നത്. 70% ഇങ്ങനെയുള്ള ഊത്തപ്പിടുത്തത്തിലൂടെ മത്സ്യങ്ങളുടെ വരവ് കുറഞ്ഞിരിക്കുന്നത്. 70%. അപ്പോൾ ഈ ഊത്തപ്പിടുത്തത്തിന് മനുഷ്യൻ ഒരുക്കുന്ന കെണികളുടെ പേരാണ് വെട്ട്, ഒറ്റാൻ, നെഞ്ച്, അതുപോലെ തന്നെ പത്തായം, അകക്കണ്ണി വലകൾ ഇവയൊക്കെ. അപ്പോൾ പലതരത്തിലുള്ള കെണികൾ വെച്ചിട്ടാണ് ഇവയെ കീഴ്പ്പെടുത്തുന്നത്. ഇവയുടെ ഉന്മൂലനം 60% ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങളെയാണ് ഉന്മൂലനം ചെയ്തിരിക്കുന്നത്. 17% തൊണ്ടി പോലെയുള്ള ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യങ്ങളെയും, അതിൽ കടലാമകളും കടൽ പാമ്പുകളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ മനുഷ്യൻ ഉന്മൂലനം ചെയ്യുകയാണ്. പത്തായം എന്നൊക്കെ പറയുന്ന കെണി വളരെ മാരകമായ രീതിയിലാണ് മത്സ്യങ്ങൾക്ക് ഭീഷണി ഒരുക്കുന്നത്. ഇതുകൂടാതെ ഇവർ ഈ കെണിയിൽ, ഈ ഊത്തപ്പിടുത്തത്തിൽ കിട്ടുന്ന ആ ഒരു പ്രക്രിയയെ പറയുന്നത് കോൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവര് ഒരു കോൾ പടവിൽ നിന്ന് കിട്ടുന്നത് 5-6 ലക്ഷം രൂപയാണ് ഈ ഒരൊറ്റ പടവിൽ നിന്നും മത്സ്യപിടുത്തത്തിന് കിട്ടുന്നത്. ഇതുകൂടാതെ പത്തായക്കെണിയൊക്കെ ഒരുക്കുമ്പോൾ 1 മീറ്ററിൽ അധികം വരുന്ന ഏരിയകളിൽ 50-60 തരം വലകൾ വീശിയാണ് ഈ ഒരു കെണി ഒരുക്കുന്നത്. ഇതുകൂടാതെ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്ന മേഖലകൾ എന്ന് പറഞ്ഞാൽ വയനാട് മേഖലകളിലാണ്. അതുപോലെ തൃശ്ശൂർ, കണ്ണൂർ, പത്തനംതിട്ട ഇവിടങ്ങളിലാണ് കൂടുതലായിട്ട്. ഇവിടേക്കൊക്കെ ഉള്ള ഉൾനാടുകളിലാണ് കൂടുതലും കായലോരത്തൊക്കെ കാണപ്പെടുന്നത്. ഇതുകൂടാതെ നമ്മുടെ ജലവൈവിധ്യ ബോർഡിന്റെ ഡോക്ടർ സണ്ണി സാറ് കണ്ടെത്തിയിട്ടുള്ളത് 60 ഇനം മത്സ്യങ്ങൾക്കാണ് ചൂഷണത്തിനിരയാവുന്നത്. സ്വർണ്ണവാലൻ, വിവിധ തരത്തിലുള്ള പരൽ, കൂര അങ്ങനെയുള്ള മീനുകൾക്കൊക്കെയാണ് വംശനാശം ഏറ്റുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും 15,000 രൂപയാണ് ഇതിന് ശിക്ഷാർഹമായിട്ട് ഇപ്പോൾ നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുകൂടാതെ 6 വർഷം കഠിന തടവും കൂടെയുണ്ട് ഇങ്ങനെ ഇനിയുള്ള അങ്ങോട്ട് മത്സ്യങ്ങളെ ചൂഷണം ചെയ്താൽ. അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. നമ്മൾ മനുഷ്യർ എല്ലാത്തിലും കടന്നുകയറ്റം നടത്തി മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ തകർക്കുന്നവർക്ക് കരുതിയിരിക്കാനുള്ള ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.